അസ്സലാമലൈക്കും. സാധാരണയായി നമ്മൾ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൽ നിന്നും വ്യത്യസ്തമായൊരു നെയ്ച്ചോറാണ് ഇന്ന് കാണിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ മുസ്ലിം വെഡ്ഡിംഗ് സ്റ്റൈൽ ഗീ റൈസ്. വൈറ്റ് ബസുമതി റൈസാണ് ഞാൻ ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഗീ റൈസ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കണം. നെയ്യ് ഒന്ന് ചൂടായാൽ ഇതിലേക്കായിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഒരു കഷ്ണം പട്ട, 4 ഏലക്കായ, 8 ഗ്രാമ്പു, 2 ബേ ലീഫ്, ഒരു തക്കോലം, ഒരു ജാതിപത്രി, ഒരു സ്റ്റോൺ ഫ്ലവർ ഒരു കഷ്ണം ഇത് ചേർത്ത് കൊടുക്കുക. ഈ സമയം തീ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്കായിട്ട് 2 സവാള ചേർത്ത് കൊടുക്കണം, നീളത്തിൽ കഷ്ണങ്ങളാക്കിയത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴന്നു വന്നാൽ ഇതിലേക്കായിട്ട് 10 കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ചേർത്ത് 2 മിനിറ്റ് സമയം നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്കായിട്ട് 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, കഷ്ണങ്ങളാക്കിയത്. ഇത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്കായിട്ട് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാനുണ്ട്. മല്ലിയില ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഗീ റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്ക്വയർ ആയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കണം. തക്കാളി പകുതി അതായത് മുഴുവനായിട്ടും വാടി കിട്ടണം. പകുതി വാടി വന്നാൽ ഇതിലേക്കായിട്ട് റൈസ് വേവിക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നല്ലപോലെ തിളച്ച് വന്നാൽ ഇതിലേക്കായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് റൈസ് വെള്ളം വാർത്ത് വെച്ച് വെള്ളം മുഴുവനായിട്ട് പോവണം കേട്ടോ. അരിയിലെ വെള്ളമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അരിയിലെ വെള്ളം മുഴുവനായിട്ടും വാർന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ റൈസ് വെക്കാനുള്ള പാത്രത്തിലേക്ക്. അതല്ല വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാത്രത്തിലെ വെള്ളത്തിന്റെ കണക്ക് തെറ്റും. പിന്നെ ചോറ് ചിലപ്പോൾ പായസമായി തീരും. അങ്ങനെ അരി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ഇത് മൂടി വെച്ച് വേവിക്കാം. 15 മിനിറ്റാണ് മൂടി വെച്ച് വേവിക്കേണ്ടത്. ഒരു 8 മിനിറ്റ് സമയമായി കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ബാക്കി സമയം മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഈ പറഞ്ഞ 15 മിനിറ്റ് സമയം കഴിഞ്ഞാൽ ഒന്നുകൂടെ എടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഒന്നുകൂടെ മൂടി വെക്കണം. വീണ്ടും ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി 15 മിനിറ്റ് വരെ ഇങ്ങനെ ഈ ആവിയിലിരിക്കട്ടെ. ഈ പറഞ്ഞ വെള്ളം ഇതിന് കണക്കാണ് കേട്ടോ. ഒട്ടും മടി പിടിച്ചിട്ടില്ല കണ്ടോ. ഇനി നമ്മൾ മൂടി വെക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്താണെന്ന് പറഞ്ഞു. മൂടി വെക്കുക. അങ്ങനെ ആ 15 മിനിറ്റും കഴിഞ്ഞ് മൂടി തുറന്നു നോക്കിയാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ബസുമതി റൈസ് കൊണ്ട് നിങ്ങൾ ഇതുവരെ ഗീ റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെഡ്ഡിംഗ് സ്പെഷ്യൽ ഗീ റൈസ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.